സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മുൻ DGPയുടെ മകൾ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ 5 വർഷത്തിന് ശേഷം ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. മുൻ DGP സുദേശ് കുമാറിന്റെ മകൾ സ്നിഗ്ധയ്ക്കെതിരെയാണ് കുറ്റപത്രം. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പോലീസ് ഡ്രൈവർ ഗവാസ്കർ മർദ്ദനത്തിന് ഇരയായതായി ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ പറയുന്നു. ഡ്രൈവർ ജാതി അധിക്ഷേപം നടത്തിയെന്ന സ്നിഗ്ധയുടെ പരാതി ക്രൈംബ്രാഞ്ച് തള്ളിയിട്ടുണ്ട്. VV വിനോദ് ചേരുന്നു വിശദാംശങ്ങളുമായി. വിനോദ്, 2018 ഈ സംഭവം നടക്കുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളെ സംരക്ഷിക്കാൻ പല രീതിയിലുള്ള ശ്രമങ്ങൾ, നീക്കങ്ങളൊക്കെ നടന്നതല്ലേ? ഏത് സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഈ 5 വർഷത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കാൻ തയ്യാറായിരിക്കുന്നത്? ടോം, വലിയ വിവാദമായ ഒരു സംഭവമാണ്. പോലീസ് സേനയെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു ഗവാസ്കറിന് മർദ്ദനമേറ്റ ആ ഒരു സാഹചര്യം. അന്ന് ADGP ആയിരുന്നു സുദേശ് കുമാർ, ബറ്റാലിയൻ ADGP ആയിരുന്നു. സുദേശ് കുമാറിന്റെ ഭാര്യയും മകളും ഈ പ്രഭാത നടത്തത്തിന് വേണ്ടി കനകക്കുന്ന് മ്യൂസിയം ഭാഗത്തേക്ക് എത്തിയതായിരുന്നു. അതിനുശേഷം ഇവർ മടങ്ങിപ്പോകാൻ നേരത്ത് വാഹനം വിളിച്ചു. ഈ സമയത്ത് വാഹനം കൊണ്ടുവരാൻ വൈകി എന്നതിന്റെ പേരിലായിരുന്നു സുദേശ് കുമാറിന്റെ മകൾ സിഗ്ന ഈ ഡ്രൈവർ ഗവാസ്കറെ മുഖത്തടിച്ചതും കാലിൽ മർദ്ദിച്ചതും. ഇതേ തുടർന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ, ഈ ഡ്രൈവർ പരാതി നൽകുകയും ഏതാണ്ട് 16 ദിവസം കഴിഞ്ഞിട്ടും ഈ പരാതി രജിസ്റ്റർ ചെയ്യാത്ത സാഹചര്യമുണ്ടായിരുന്നു. തുടർന്നാണ് ഈ വാർത്ത പുറത്തേക്ക് വലിയ തോതിൽ വരുന്നതും പോലീസ് സംഘടനകളൊക്കെ ഗൌരവമായി ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തത്. ഈ സമയത്ത് തന്നെയാണ് ക്യാമ്പ് ഫോളോവർമാരും താഴെക്കിടയിൽ സാധാരണ CPOമാർ അല്ലെങ്കിൽ എയർ ക്യാമ്പിലോ SAPയിലോ ഒക്കെ ഉള്ള പോലീസുകാർ അവരെ പലരെയും ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന രീതിയുണ്ട്. അതിപ്പോഴും തുടരുന്നുണ്ട്. 10-12 പേരെ അറ്റാച്ച് ചെയ്യുന്ന നില വരെ ഉണ്ടായിരുന്നു. ഇത് SAPയിലോ ARലോ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ക്യാമ്പിൽ ഡ്യൂട്ടിക്കിടുന്ന ക്യാമ്പ് ഫോളോവർമാർ, അതായത് അവിടെ ഈ ക്യാമ്പിലുള്ള ആളുകൾക്ക് ഭക്ഷണം തയ്യാറാക്കാനും അവരുടെ വസ്ത്രം അലക്കുന്നതിനും അവിടെ ഈ സലൂണുമായി ബന്ധപ്പെട്ടുമൊക്കെയും ജോലിക്ക് വരുന്ന ആളുകളെ പോലീസുകാർ അവരുടെ വീടുകളിൽ അവരുടെ ഓർഡർലികളായി നിർത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു സംഭവം കൂടി ഈ മർദ്ദനത്തിന് പിന്നാലെ വലിയ തോതിൽ ഉയർന്നു വരികയും സേനയിൽ വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തു. വളർത്തു നായ്ക്കളെ കുളിപ്പിക്കുകയും വീട്ടുകാരുടെ വസ്ത്രം കഴിക്കുകയും ചെയ്യുന്ന ഗതികേട് വരെ ഉണ്ടെന്ന് അന്ന് ക്യാമ്പ് ഫോളോവർമാർ തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായി. ഏതായിരുന്നാലും പിന്നീട് പോലീസ് സംഘടനകൾ വലിയ തോതിൽ ഇടപെടുന്നു. വാർത്തകൾ വലിയ തോതിൽ വരുന്നു. ADGPയുടെ മകൾ മർദ്ദിച്ചിട്ടും കേസെടുക്കാതെ പോലീസ് മുന്നോട്ട് പോകുന്നത് സമ്മർദ്ദത്തിന്റെ ഫലമായെന്ന ആക്ഷേപം ഉയർന്നു വരുന്നു. ഏറ്റവും ഒടുവിൽ ഗത്യന്തരമില്ലാതെ പോലീസ് കേസെടുക്കുന്നു. പക്ഷേ ഈ കേസെടുക്കുമ്പോൾ തന്നെ ADGPയുടെ മകളും മറ്റൊരു പരാതി നൽകുകയാണ്. തന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നതടക്കമുള്ള അസഭ്യം പറഞ്ഞു, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പരാതി ADGPയുടെ മകളും നൽകുന്നു. അതൊരു സാധാരണ കോൺസ്റ്റബിളിനെതിരെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പരാതി ഉയർന്നപ്പോൾ തന്നെ അതിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന നിലയൊക്കെ ഉണ്ടായി. പക്ഷെ പോലീസ് 2 പരാതികളും രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് ഈ കേസ് കോടതിയിലെത്തുകയും വലിയ തോതിൽ നിയമപോരാട്ടം നടക്കുകയും ചെയ്തു. പോലീസുകാരനെ ഈ കേസിൽ നിന്ന് പിന്മാറ്റുന്നതിന് വേണ്ടി ബാഹ്യമായി വലിയ തോതിൽ സമ്മർദ്ദമുണ്ടായി. പക്ഷേ അപ്പോഴൊന്നും ഗവാസ്കർ അതിന് വഴങ്ങിയിരുന്നില്ല. ഗവാസ്കർ നിയമപോരാട്ടവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നീട് കോടതി നടപടികൾ തുടരുന്നതിനിടെ തന്നെ ഈ പെൺകുട്ടി വിദേശത്തേക്ക് പോയി. പഠന ആവശ്യം പറഞ്ഞാണ് വിദേശത്തേക്ക് പോയത്. ഇപ്പോൾ 5 വർഷം കഴിയുമ്പോൾ 6ാമത്തെ വർഷത്തിലേക്ക് ആവുകയാണ്. ഈ 6 വർഷത്തേക്ക് അടുക്കുമ്പോഴാണ് ക്രൈംബ്രാഞ്ച് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് പോലും. അതായത് വലിയ തോതിൽ ഈ കേസിൽ പോലീസിന് മേൽ, ക്രൈംബ്രാഞ്ചിന് മേൽ സമ്മർദ്ദമുണ്ടായി എന്നത് തന്നെയാണ്. അങ്ങനെയുള്ള ആരോപണങ്ങൾ നേരിട്ടിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഇങ്ങനെ ദീർഘകാലത്തെ ഒരു കാലതാമസം കൂടി ഉണ്ടായിരിക്കുന്നു എന്നതാണ്. 2 വർഷം മുൻപ് തന്നെ ക്രൈംബ്രാഞ്ച് SP, ക്രൈംബ്രാഞ്ച് മേധാവിക്ക് ഈ സംഭവം സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് കൈമാറിയിരുന്നതാണ്. ഇതിന്റെ കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി അത് കൈമാറിയിരുന്നതാണ്. പക്ഷേ അത് കോടതിയിലെത്തുന്നതിന് വീണ്ടും വർഷങ്ങൾ വേണ്ടിവന്നു എന്നതാണ്. അവിടെയാണ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബാംഗമായതുകൊണ്ടാണോ ഇത്തരത്തിലൊരു കാലതാമസമെന്ന സംശയവും ചോദ്യവും ഒക്കെയും ഉയരുന്നത്. നീതി വൈകുന്നു എന്നത് തന്നെയാണ്. കാരണം ഇനി ഇത് നമുക്കറിയാം. കാരണം സാധാരണഗതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഉൾപ്പെട്ട കേസുകൾ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളൊക്കെ വലിയ രീതിയിൽ ഉണ്ടാകും. അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ബാഹ്യ ഇടപെടൽ ഉണ്ടാകാം, സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം, ഇരകൾക്ക് മേൽ വലിയ സമ്മർദ്ദമൊക്കെ ഉണ്ടാകാം. ഈ കേസിലും ഈ ഗവാസ്കർ എന്ന
പോലീസ് കോൺസ്റ്റബിളിന് മേൽ വലിയ സമ്മർദ്ദമുണ്ടായെങ്കിലും അദ്ദേഹം തൻ്റെ നിയമ പോരാട്ടം തുടരുന്നു. പക്ഷേ ഈ കാലയളവിലൊക്കെ ഈ കേസിൽ വലിയ അട്ടിമറി നീക്കങ്ങളൊക്കെ ഉണ്ടായി എന്ന് തന്നെ വ്യക്തമായ കാര്യമാണ്. ഈ 5 വർഷത്തിന് ശേഷം എന്തായാലും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഈ പോലീസുകാരന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമോ? കാരണം ഈ പരാതിക്കാരി, ആരോപണ വിധേയമായിട്ടുള്ള സ്നിഗ്ധ എന്ന യുവതി ഇപ്പോൾ നാട്ടിലില്ല, അവർ വിദേശത്താണ്. മറ്റ് നടപടികളിലേക്ക്, കോടതി നടപടികളിലേക്ക് കിടക്കുമ്പോൾ അവർക്ക് ഈ പോലീസുകാരന്, ഗവാസ്കറിന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമോ വിനോദ്? ടോം, ഒരു പോലീസുകാരൻ അദ്ദേഹത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചത് കൊണ്ട് തന്നെയാണ് ഈ കേസ് ഇത്രയും നാൾ നിലനിന്നത്. ഒരുപക്ഷെ ഒരു എ ഡി ജി പിക്കെതിരെയുള്ള ഒരു സാധാരണ പോലീസുകാരന്റെ നിയമ പോരാട്ടമാണ്. അദ്ദേഹത്തെ മുഖത്തടിച്ച കേസാണ്, അദ്ദേഹത്തെ മർദ്ദിച്ച കേസാണ്. ഒരുപക്ഷെ ഭീഷണിയോ പ്രലോഭനങ്ങളോ കൊണ്ട് വലിയ റാങ്കിലുള്ള സുരേഷ് കുമാർ ഏറ്റവും കൂടുതൽ വിരമിക്കുന്നത് DGP റാങ്കിലാണ് അദ്ദേഹം വിരമിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ആകാനുള്ള സാധ്യത പോലും കൽപ്പിച്ചിരുന്ന ആളാണ്. ഇവിടെ നിന്ന് കേന്ദ്രത്തിലേക്ക് അയച്ച പേരുകാരിൽ, ഏറ്റവും ഒടുവിൽ പോയ പേരുകാരിൽ ഒരു പേര് സുരേഷ് കുമാറിന്റേതായിരുന്നു. അങ്ങനെ അത്രയും ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, വലിയ സ്വാധീനമുള്ള ആളാണ്. ഈ കേസ് ഈ 5 വർഷം കഴിയുമ്പോഴും പരമാവധി പല കോണുകളിൽ നിന്ന് ഈ കേസിനെ ഒതുക്കി തീർക്കാനും അല്ലെങ്കിൽ ആ കേസിനെ അട്ടിമറിക്കാനുമൊക്കെയും വലിയ തോതിൽ ശ്രമമുണ്ടായപ്പോഴും ആ കേസ് അങ്ങനെ അവസാനിക്കാതെ പോയത് ഒരു പോലീസുകാരൻ അദ്ദേഹത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് തന്നെയാണ്. ധൈര്യമായി ഒരു റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയും അദ്ദേഹം കൂസാതെ തന്റെ ഭാഗത്ത് ശരിയുണ്ട്, ന്യായമുണ്ട് എന്ന നിലപാടെടുത്ത് മുന്നോട്ട് പോയതുകൊണ്ട് തന്നെയാണ് ഒരു ഡ്രൈവറായ അവരുടെ വീട്ടിൽ വാഹനം ഓടിക്കാൻ വന്ന ഒരു പോലീസുകാരൻ അദ്ദേഹം സധൈര്യം ഈ കേസിൽ മുന്നോട്ട് പോയതും ഇപ്പോൾ ഈ കേസ് ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നതും. അന്ന് തന്നെ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് മുട്ടുന്യായങ്ങൾ ധാരാളമുണ്ടായിരുന്നു. കാരണം ഈ മർദ്ദിച്ചത് ആരും കണ്ടിട്ടില്ല, സാക്ഷിമൊഴിയില്ല, അവിടുത്തെ CCTV നമുക്കറിയാം, ഈ കവടിയാർ മുതൽ മ്യൂസിയം വരെയുള്ള ഭാഗമാണ്, അവിടുത്തെ CCTVകൾ വർക്ക് ചെയ്യുന്നില്ല തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നീട് ഒരു ഓട്ടോ ഡ്രൈവർ കൃത്യമായി മൊഴി നൽകി. അദ്ദേഹം രാവിലെ അതുവഴി പോകുമ്പോൾ ഇങ്ങനെ ഗവാസ്കറെ മർദ്ദിക്കുന്നത് കണ്ടുവെന്ന് വളരെ സുപ്രധാനമായ ഒരു മൊഴി ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. അതേസമയം വ്യാജമെന്ന ആരോപണം നേരിട്ട പരാതി, ആ പരാതി ഗവാസ്കറിനെതിരെ വരുന്നു. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് പെൺകുട്ടി പോയ ശേഷവും സുരേഷ് കുമാർ വീണ്ടും ആരോപണങ്ങളിൽ ചെന്നുപെട്ടു എന്നതും നമ്മൾ കാണേണ്ടതാണ്. ഒരു ജുവലറിയിൽ നിന്ന് വലിയ തോതിൽ സ്വർണം വാങ്ങിയിട്ട് അവിടെ വളരെ തുച്ഛമായ തുക നൽകി അവിടെ നിന്ന് സ്വർണം കൊണ്ടുപോയി എന്ന നിലയ്ക്ക് ഗുരുതരമായ ആരോപണം ഉയർന്നു വരികയും പരാതി വരികയും പോലീസ് മേധാവിക്കും ആഭ്യന്തര വകുപ്പിനും ഉൾപ്പെടെ അത്തരം പരാതികൾ ലഭിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. പോലീസ് സേനയ്ക്കുള്ളിലും ഈ പടലപ്പിണക്കങ്ങളുടെ ഭാഗമായുള്ള തർക്കങ്ങളിൽ പലപ്പോഴും സുരേഷ് കുമാറും ഇടം പിടിച്ചിട്ടുണ്ട്. തച്ചങ്കരി DGP ആകാതിരിക്കാൻ വേണ്ടി വിജിലൻസ് ചുമതല ഉണ്ടായിരുന്ന സമയത്ത് സുരേഷ് കുമാർ ചില തിരിമറികൾ നടത്തി, അല്ലെങ്കിൽ ചില റിപ്പോർട്ടുകൾ മുകളിലേക്ക് അയച്ചു. ഇത് പോലീസിനുള്ളിലും വലിയ തർക്കങ്ങൾക്കും പടലപ്പിണക്കങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇതെല്ലാം വരുമ്പോഴാണ് ഇങ്ങനെ ജുവലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ട് ചെറിയ പൈസ മാത്രം നൽകി അത് കൊണ്ടുപോകാനുള്ള ശ്രമം സുരേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന ആരോപണം ഉണ്ടാകുന്നത്. അങ്ങനെ പല കാര്യങ്ങളിൽ ആരോപണങ്ങൾ വന്നു. ഈ സമയത്താണ് ഒരു പൊട്ടിത്തെറി പോലെ തന്നെ സേനയ്ക്കുള്ളിൽ കാലങ്ങളായി ആളുകൾ അമർത്തിപ്പിടിച്ചിരുന്ന അവരുടെ വികാരം അത് പുറത്തു വന്നത്. പലപ്പോഴും ക്യാന്റീനുകളിൽ പോലീസുകാരെ ഉപയോഗിക്കുന്നു, യൂണിഫോം ഇട്ട് ജോലി ചെയ്യേണ്ട പോലീസുകാരെ ഭക്ഷണം വിളമ്പാൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ വീട്ടിലെ നായ്ക്കളെ കുളിപ്പിക്കുന്നതിനും വസ്ത്രം കഴുകുന്നതിനും ഉപയോഗിക്കുന്നു. അവിടുത്തെ കെട്ടിട നിർമ്മാണ ജോലികൾക്ക് പോലീസുകാരെയോ അല്ലെങ്കിൽ ക്യാമ്പ് ഫോളോവർമാരെയോ ഉപയോഗിക്കുന്നു. ഇപ്പോഴും ഒപ്പം കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. ഈ സർവീസിൽ നിന്ന് പിരിഞ്ഞ ശേഷവും ചില ഇന്നലെ തന്നെ പോലീസുകാരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തതാണ്. ഇപ്പോഴും ഈ ബ്രിട്ടീഷ് ഭരണകാലത്തെ അതേ രീതി തന്നെ പോലീസ് സേനയിൽ തുടരുന്നു. അതായത് ഈ മേലുദ്യോഗസ്ഥരുടെ അടിമകളായി കീഴ് ജീവനക്കാരെ, താഴേക്കിടയിലെ പോലീസുകാരെ ഉപയോഗിക്കുന്ന പ്രവണത, വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദം, ജോലി സമ്മർദ്ദം, മേലുദ്യോഗസ്ഥർ അടിച്ചമർത്തുന്ന രീതിയിൽ ഈ കീഴുദ്യോഗസ്ഥരെ, കീഴ് ജീവനക്കാരായ പോലീസുകാരെ ആ രീതിയിൽ പെരുമാറുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്.
പക്ഷേ ഇത്രയൊക്കെ ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടും നമ്മുടെ സേനയിൽ യാതൊരു മാറ്റവുമില്ല. ഇതൊക്കെ ആഭ്യന്തര തലത്തിലൊക്കെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നതല്ലേ? ഈ ഒരു വരും കാലങ്ങളിലെങ്കിലും ഈ പോലീസിൻ്റെ ഈ ശൈലിയിൽ ഒരു മാറ്റം ഉണ്ടാകുമോ വിനോദ്? ടോം, നമ്മളിത് പറയുമ്പോൾ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഇങ്ങനെ ആത്മസംഘർഷം നേരിട്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് കീഴിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓർഡർലിയായി അദ്ദേഹം പറയുന്ന എല്ലാ ജോലികളും ചെയ്ത് നടക്കുകയോ ചെയ്യുന്നതിൽ വിഷമം അനുഭവിക്കുന്നവരല്ല. ചിലരെങ്കിലും ഇതൊരു സൗകര്യമായി കൊണ്ടു നടക്കുന്നവരുണ്ട്. കാരണം സ്റ്റേഷൻ ഡ്യൂട്ടി ചെയ്യേണ്ട മറ്റു ഉത്തരവാദിത്തമുള്ള ജോലികളൊന്നും ചെയ്യാതെ ഏതെങ്കിലും ഒരു ഓഫീസറുടെ കീഴിൽ സൗകര്യമായി നടക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെന്നും നമ്മൾ ഈ സേനയുമായി ബന്ധപ്പെട്ട് പലരുമായി സംസാരിക്കുമ്പോഴും അവർ നൽകുന്ന വിവരം ആ നിലയ്ക്കും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല. ചിലർ ഇതൊരു സൗകര്യമായി കൊണ്ടു നടക്കുന്ന കാര്യം ടോം, GSC ഈ GSC നൽകുന്നതുമായ ഗുഡ് സർവീസ് എൻട്രി എന്ന പേരിൽ വിളിക്കുന്ന ആ ഒരു അവാർഡാണ്. അത് പലപ്പോഴും പോലീസുകാർക്ക് അവരുടെ സേവനമനുസരിച്ച് മേലധികാരി റിക്വസ്റ്റ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് GSC ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ GSC സംഘടിപ്പിക്കുന്ന പലരും ഏതെങ്കിലും ഈ കുറ്റാന്വേഷണം നടത്തിയോ അല്ലെങ്കിൽ ഈ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളിൽ ഡ്യൂട്ടി ചെയ്തിട്ടോ അല്ല. ഇങ്ങനെ പലപ്പോഴും പല ഓഫീസർമാർക്കൊപ്പവും നിൽക്കുന്ന ആളുകൾ പലപ്പോഴായി ഇങ്ങനെ GSCകൾ വാങ്ങിയെടുക്കുകയും അതിന്റെ ആനുകൂല്യങ്ങൾ നേടുകയും ചെയ്യുന്നു എന്നത് വ്യാപകമായി പരാതിയായി നേരത്തെ സേനയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണ്. അതായത് ഈ ജീവൻ പോലും പണയപ്പെടുത്തി ഓരോ കാര്യങ്ങളിൽ ഇടപെടുകയും കുറ്റകൃത്യം തടയാനോ പ്രതികളെ പിടികൂടുന്നതിനോ കൊടും കുറ്റവാളികളെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയോ ചെയ്യുന്ന പോലീസുകാർക്ക് കിട്ടാത്ത പരിഗണന ഇങ്ങനെ ചില പോലീസുകാർക്ക് കിട്ടുന്നു എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ അവിടെയാണ് ഗവാസ്കർ വ്യത്യസ്തനാകുന്നത്. അദ്ദേഹം ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത് മുതൽ ഇതിന്റെ പിറകിലുള്ള നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പല ന്യായങ്ങൾ ഈ അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ പല ന്യായങ്ങൾ നിർത്തി. ഈ ഒരു കേസ് പോലും തേച്ചുമാച്ച് കളയുന്നതിന് വേണ്ടി ഗവാസ്കർക്ക് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴും ആ നിയമ പോരാട്ടം തുടരുകയാണ്. കുറ്റപത്രം 2 വർഷം മുൻപ് തയ്യാറായി കോടതിയിൽ വരാത്തതിനെതിരെയും നിയമ പോരാട്ടമുണ്ടായിരുന്നു. അതിന്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ ഈ കുറ്റപത്രം വന്നിരിക്കുന്നത്. ഇനി ഈ കുറ്റപത്രത്തിൽ വിചാരണ നടപടികൾ ആരംഭിക്കേണ്ടതുണ്ട്. ആ വിചാരണ നടപടി പൂർത്തിയായി ഇതിനൊരു വിധി വരാൻ ഇനിയും കാലതാമസമെടുക്കും. ഒരുപക്ഷെ ആരോപിക്കുന്നവർ സൂചിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. ഇങ്ങനെ ഒരു അനിശ്ചിതമായി കേസ് നീട്ടിക്കൊണ്ടുപോവുക എന്ന ഒരു രീതി ഇത് തന്നെയാണ് വിമർശന വിധേയമാകുന്നതും. ടോം, വിനോദ് സൂചിപ്പിച്ചതുപോലെ ഗവാസ്കർ എന്ന പോലീസുകാരന്റെ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മുൻ DGPയുടെ മകൾ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ 5 വർഷത്തിന് ശേഷമാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. തൃപ്പൂണിത്തുറയിൽ പടക്കശേഖരം പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ മജിസ്ട്രേറ്റിൽ അന്വേഷണം ആരംഭിച്ചു. അപകടത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സബ് കളക്ടർ K. മീര വ്യക്തമാക്കി. നഷ്ടപരിഹാരം സംബന്ധിച്ച് ചർച്ചകൾ നടത്തുമെന്നും അവർ പറഞ്ഞു. നമ്മൾ ഒരുപാട് പേരുടെ മൊഴിയെടുക്കാനുണ്ട്. നമ്മൾ ഇന്ന് സൈറ്റ് വിസിറ്റാണ് നടത്തിയത്. പ്രിലിമിനറി ആയിട്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. നമ്മൾ എന്തായാലും ബന്ധപ്പെട്ട എല്ലാവരുടെയും മൊഴികൾ രേഖപ്പെടുത്തുന്നതാണ്. എല്ലാ രേഖകളും പരിശോധിച്ച് 2 ആഴ്ചയ്ക്കകം ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ പ്രധാന പരിഗണന എന്ന് പറയുന്നത് ഇവിടെ അപകടം ഉണ്ടാവാനിടയായ സാഹചര്യം, അവർക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു, എങ്ങനെയാണത് അവിടെ ഒരു തീപിടുത്തത്തിലേക്ക് അത് നയിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അന്വേഷിക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ സൈഡായിട്ട് ഇവിടെ ഉണ്ടായ നമ്മുടെ നാശനഷ്ടങ്ങളുടെ ഒരു കണക്കെടുപ്പും അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഭാവിയിൽ ഇങ്ങനത്തെ അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും കൂടെ പരിഗണനയിൽ വരുന്നുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു മീറ്റിംഗ് ഇന്ന് വെച്ചിട്ടുണ്ട് വൈകുന്നേരം. അപ്പം അതിലൊരു നമുക്ക് ഒരു ധാരണയിലെത്താൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇവർക്ക് നമ്മളുടെ അറിവിൽ ഇതുവരെ എവിടെ നിന്നും ഒരു പെർമിറ്റും ഇല്ല, ഒരു പെർമിഷൻ ഇല്ല. അവർക്ക് അത് മാനുഫാക്ചർ ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല, ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല, സ്റ്റോർ ചെയ്യാനോ ഡിസ്പ്ലേ ചെയ്യാനോ ഒന്നിനുള്ള ലൈസൻസ് കോൺട്രാക്ടറോ അമ്പലോ എടുത്തതായിട്ട് നമ്മുടെ അറിവിലില്ല. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു വീഴ്ച വന്നതായിട്ട് നമുക്ക് പറയാൻ പ്രൈമ ഫേസ് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് നിന്ന് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ പൊളിക്കേണ്ടതാണെങ്കിൽ നമുക്കത് പൊളിച്ചു മാറ്റേണ്ടതുണ്ട് അപകടം ഒഴിവാക്കാൻ.
അതും ഇന്നത്തെ മീറ്റിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതെ അതെ, ഞാൻ അവിടെ പോയി കുറച്ച് അടുത്തുള്ള വീടുകൾ ഞാൻ കണ്ടു. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് നമുക്കൊരു ഇന്ന് തീരുമാനമാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതിനിടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട പ്രദേശവാസികൾ നാളെ ഹൈക്കോടതിയിൽ ഹർജി നൽകും. കേസിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ 5 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, മജിസ്ട്രേറ്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നത്? ടോം, ഈ സ്ഫോടനമുണ്ടായ മുഴുവൻ പശ്ചാത്തലവും സാഹചര്യവും എല്ലാം തന്നെ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് തന്നെയാണ് നേരത്തെ സ്ഥലം സന്ദർശിച്ച മജിസ്ട്രേറ്റിൽ അവർ വ്യക്തമാക്കുകയും ചെയ്തത്. സബ് കളക്ടർ കെ മീര വ്യക്തമാക്കുകയും ചെയ്തത്. എങ്ങനെയാണ് ഈ സ്ഫോടനമുണ്ടായത്, ഒപ്പം തന്നെ മറ്റ് സാഹചര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്ന അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാ വസ്തുതകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ അന്വേഷണത്തിലേക്ക് വരിക. ഒപ്പം ചുറ്റുപാടും വലിയ രീതിയിൽ തന്നെ നാശനഷ്ടമുണ്ടായിരിക്കുന്നു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് നമ്മളുള്ളത് ആ സ്ഥലത്ത് തന്നെയാണ്. ജനങ്ങൾ വളരെ തൊട്ടടുത്ത് താമസിക്കുന്നവരിടത്താണ്. ഒഴിഞ്ഞ ഒരു പറമ്പിലാണ് ഈ സ്ഫോടക വസ്തു ശേഖരം, ഈ പടക്ക നിർമ്മാണ താൽക്കാലികമായൊരു നിർമ്മാണശാല പോലെ പ്രവർത്തിക്കുകയും ചെയ്തത്. ആളുകൾക്ക് ഇത്രയും വലിയ തോതിലേക്ക് ഇവിടേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിച്ചിരുന്നു, അങ്ങനെ ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരുന്നത് എന്നത് അറിഞ്ഞിരുന്നില്ല എന്നാണ് പരിസരവാസികൾ പറയുന്നത്. അത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഈ മുഴുവൻ കാര്യങ്ങളും തന്നെയും അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരും. അനുവദനീയമായ അളവിൽ കൂടുതൽ ഇത്തരം ഈ വെടിക്കെട്ടിനും മറ്റും ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളുടെ അതിൻ്റെ ഒരു വീര്യം അത് എത്രയുണ്ടായിരുന്നു. ഇതിന് യാതൊരുവിധ അനുമതിയും വാങ്ങിയിരുന്നില്ല എന്നത് ഒരു കാര്യം. അതോടൊപ്പം തന്നെയും ഇതിൽ ഉപയോഗിച്ച ഏതെങ്കിലും രീതിയിൽ അസംസ്കൃത വസ്തുക്കൾക്ക് വീര്യം കൂടുന്ന രീതിയിലെല്ലാം തന്നെ എന്തെങ്കിലും ഉപയോഗങ്ങൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇതിൻ്റെ ലൈസൻസ് സംബന്ധമായ കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഇതേ കരാറുകാർ തന്നെയായിരുന്നു ഇതിൻ്റെ വെടിക്കെട്ടിൻ്റെ മേൽനോട്ടം എടുത്തിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണത്തിന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് ഇതിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ അടക്കം ആരുടെയും തന്നെയും ഒരു അനുമതിയും തേടാതെ ഇത്രയും വലിയ രീതിയിൽ, വിപുലമായ രീതിയിൽ തന്നെയും ഈ വെടിക്കെട്ട് നടന്നു. അതിൽ ആദ്യഘട്ടത്തിൽ നടന്ന തെക്കുംപുറത്തിൻ്റെ വെടിക്കെട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അടുത്ത ടീമിൻ്റേതാവുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇത് നടന്നു പോയിരുന്നു. അതും ഇതേപോലെ തന്നെ വലിയ സന്നാഹങ്ങളോടെ നടന്നു പോയിരുന്നു. ഇന്നിപ്പോൾ ആ സംഘത്തിൽപ്പെട്ട 5 പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദേശത്തിൻ്റെ ആൾക്കാർ 5 പേരെ കൂടി അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവർ അറസ്റ്റിലേക്ക് വന്നിട്ടില്ല. ഒപ്പം അവർക്ക് സഹായം ചെയ്തു കൊടുത്ത 4 പേർ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ 9 പേർ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. 5 പേരുടെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കരാറുകാരും ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ എല്ലാം തന്നെ നടപടികൾ ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ചുറ്റുപാടും തൊട്ടടുത്തടുത്ത വീടുകളാണ് ഉണ്ടായത്. ഏതാണ്ട് 300ഓളം വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിൽ 8 വീടുകൾ പൂർണ്ണമായും തന്നെ തകർന്നിരിക്കുന്നു. നിലവിലുള്ള ഈ അടുത്ത വീടുകളുടെ ഇപ്പോൾ ഈ മജിസ്ട്രേറ്റ് അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിൽ ഈ വീടുകളിലൊക്കെ പരിശോധന ഈ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടോ? ഈ നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള കാര്യം, അതായത് എത്ര വീടുകൾക്ക് കേടുപാടുകൾ സംബന്ധിച്ചു, എത്രത്തോളം നഷ്ടമുണ്ടായി, എത്ര ലക്ഷം, അതായത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് തന്നെ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയും. അത് സംബന്ധിച്ചുള്ള ഒരു വിവരശേഖരണം ഈ മജിസ്ട്രേറ്റ് അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അതോടൊപ്പം ഇവരുടെ നഷ്ടപരിഹാര തുക സംബന്ധിച്ചു, അതിൽ നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ആരുടെ ഭാഗത്തു നിന്നായിരിക്കും ഒരു നടപടി ഉണ്ടാകേണ്ടത്? ടോം, ഇതിൽ ഏറ്റവും ഇപ്പോൾ കാണുന്ന ഈ വീടുകൾ ഇതുപോലെ സമാനമായ രീതിയിലുള്ള വീടുകൾ ചുറ്റുപാടും ഉണ്ട്. തൊട്ടപ്പുറത്ത് മുഴുവൻ ഈ വീടിൻ്റെ മുഴുവൻ ഓടുകളും തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പലർക്കും പല രീതിയിലാണ് ഈ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ വീടുകൾ താമസിക്കാൻ പോലും അയോഗ്യമല്ലാത്ത രീതിയിലുണ്ടായത്. അപ്പോൾ ഇവരുടെ നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തണം. ഒപ്പം ഇവിടെ നിന്ന് മാറ്റിയവർക്കുള്ള ഒരു പുനരധിവാസം, അത് താൽക്കാലികമായി ഇവിടെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നത് ശരി തന്നെ. പക്ഷേ അവരെ പൂർണ്ണമായും അവിടെ തന്നെ ഇത് താമസയോഗ്യമാകുന്നത് വരെ അവിടെ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അപ്പോൾ പകരം വാടക വീടുകൾ സജ്ജമാക്കേണ്ടതുണ്ട്, അതിൻ്റെ വാടക കൊടുക്കുക, ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ തീരുമാനമാകേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് ഇന്ന് വൈകുന്നേരം അത് സംബന്ധിച്ച് നഗരസഭയിൽ ചർച്ച നടക്കുന്നുണ്ട്. അത് സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഇതിൽ അടിയന്തരമായി ധനസഹായം നൽകണം. അതോടൊപ്പം തന്നെയാണ് അടിയന്തരമായി ധനസഹായം നൽകുക എന്നതിനൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ധനസഹായം നൽകുക. ഇതിൽ ക്ഷേത്രം ഭാരവാഹികൾക്കടക്കം
എത്രത്തോളം ഇതിൽ ഉൾപ്പെടാൻ കഴിയും എന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും നഷ്ടപരിഹാരത്തിലേക്ക് പോകുക. അത് സംബന്ധിയായ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ അടിയന്തര ധനസഹായം നൽകുക, അതിനുശേഷം പുനരധിവാസം കൃത്യമായ രീതിയിൽ തന്നെ നടപ്പാക്കുക എന്നത് സംബന്ധിച്ചാണ്. നമുക്കൊപ്പം തന്നെ ഇപ്പോൾ സ്ഥലം കൗൺസിലർ കൂടിയായ സുരേഷ് ചേരുന്നു. ഈ നഷ്ടപരിഹാരം എന്നത് സംബന്ധിച്ചാണ് എല്ലാവരും പൊതുവെ തന്നെ അന്വേഷിക്കുന്നത്. കാരണം ഇനി അതാണ് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതും. ഏതെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും ഒരു പാക്കേജ് അങ്ങനെ എന്തെങ്കിലും നഗരസഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്? എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം? ഇതുവരെ ഒന്നും പരിഹാരം കണ്ടെത്തിയിട്ടില്ല. കാരണം ഇതിൻ്റെ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കണക്കെടുക്കുന്നേ ഉള്ളൂ. അത് കണക്കെടുത്ത് കറക്റ്റ് ഒരു ഇത് കിട്ടാണ്ട് നമുക്കൊന്നിനും ഒരു തീരുമാനം ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ 3 മണിക്ക് ശേഷം ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നഗരസഭ എന്തെങ്കിലും സജഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? എത്രയും പെട്ടെന്ന് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നടത്തി തന്നെന്നുള്ളൊരു ഇന്നലെ മീറ്റിംഗ് അറിയിച്ചിരുന്നു. അപ്പോൾ തീരുമാനമൊന്നും എന്തായാലും ആയിട്ടില്ല. നഗരസഭയ്ക്ക് ഉൾക്കൊള്ളാവുന്നതിനും വലിയൊരു ഇതാണല്ലോ ഇവിടെയുള്ളത്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ തന്നെ അതിൽ ഒരു കൂടുതൽ ഇടപെടുക എന്നത് തന്നെയാണ്. അതെ, സർക്കാർ തന്നെ കൂടുതൽ ഇടപെട്ടാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. കാരണം ഇത് ചെറിയൊരു എമൗണ്ടിൽ തീരുന്ന സംഭവങ്ങളല്ല. ഒരുപാട് ബിൽഡിങ്ങുകൾ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാർ എന്തായാലും ഇതിൽ ഇടപെട്ടേ പറ്റുള്ളൂ. എത്രയും പെട്ടെന്ന് വേണ്ട നടപടിയെടുത്ത് ആൾക്കാർക്ക് താമസിക്കാൻ യോഗ്യമായ വീടുകൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം എന്നാണ് എല്ലാവരും ആവശ്യം. താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും കാര്യങ്ങൾ എന്തെല്ലാമാണ് പുരോഗമിക്കുന്നത്? അറ്റകുറ്റപ്പണി ജസ്റ്റ് കഴിഞ്ഞ ദിവസം വരയ്ക്ക് വന്ന്, പിന്നെ അസോസിയേഷൻകാർ ഇപ്പോൾ ഇതുപോലുള്ള ശ്യാം അവരൊക്കെ ചെറിയ ചെറിയ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുക്കാണ്ട് തന്നെ എന്നാലും മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പണിക്കൂലി ഇല്ലാണ്ട് തന്നെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊരു ക്ലബിലെ അംഗമാണ്, അത് BSP ക്ലബിലെ. സാധാരണ ആളുകളെല്ലാം സംഘടിച്ചുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതെ അതെ അതെ, തീർച്ചയായും. ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് അടക്കം മാറ്റിയിട്ടുണ്ടല്ലോ, അവരൊക്കെ പൂർണ്ണമായും വീടുകൾ തകർന്നവരാണോ? പൂർണ്ണമായും വീട് തകർന്നു വെച്ചാൽ ഈ വീട്ടുകാർ മാത്രമേ മാറി താമസിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ കുറച്ചൊരു ബന്ധുവീട്ടിൽ പോയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഉള്ള വീടാണെങ്കിലും താമസയോഗ്യമാണെങ്കിലും അവർക്ക് വീട്ടിൽ താമസിക്കുന്ന ഒരു ഭയമാണ്. കാരണം ബിൽഡിങ്ങിന് ഉറപ്പില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഡോറും കാര്യങ്ങളും അതൊന്നുമില്ല. എല്ലാം മിക്ക വീടുകളിലെ 350 വീടുകളോളം ഡോറും ജനലൊക്കെ എല്ലാം അടിച്ചു പോയിരിക്കുകയാണ്. കൂടുതൽ നാശനഷ്ടം ഈ ചുറ്റുവട്ടത്തുള്ളതാണ് കൂടുതലും സംഭവിച്ചേക്കുന്നത്. ടോം, കൗൺസിൽ സൂചിപ്പിച്ചതുപോലെ ഇതൊരു നഗരസഭയ്ക്ക് ഉൾക്കൊള്ളാവുന്ന നഷ്ടപരിഹാരം എന്ന രീതിയിൽ, കാരണം വലിയ രീതിയിൽ തന്നെ നഷ്ടപരിഹാരം അടക്കം നൽകേണ്ടിയിരിക്കുന്നു. പൂർണ്ണമായി വീടുകൾ തകർന്ന ഒട്ടനവധി പേരുണ്ട്. അപ്പോൾ ഇതിൽ സർക്കാർ അടിയന്തരമായി ഇടപെടുക, അത് ഈ മജിസ്ട്രേറ്റ് റിപ്പോർട്ട് 2 ആഴ്ചക്കകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇടപെടലുകൾ അടക്കമുണ്ടാകുക. അത് വേഗത്തിലാക്കണം എന്നതാണ് ഇവരുടെ ഒരു ആവശ്യം. കാരണം നമുക്കറിയാം സമീപത്തുണ്ടായിരുന്ന കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന കാരണം ഈ രീതിയിൽ കൗൺസിൽ സൂചിപ്പിച്ചതുപോലെ അടിയന്തരമായിട്ട് ഇപ്പോൾ ചെയ്യേണ്ടത് ഈ വലിയ നഷ്ടങ്ങൾ സംഭവിച്ച കുടുംബങ്ങൾക്ക് സഹായം നൽകുകയാണ്. അതോടൊപ്പം എന്ന് ഈ തീക്കളി എന്ന് അവസാനിപ്പിക്കുമെന്ന ചോദ്യം പല കാലങ്ങളിലായി കേരളം ഉയർത്തുന്നതാണ്. കാരണം ഇത്തരം വെടിക്കെട്ട് അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ നഷ്ടം സഹിക്കേണ്ടത് സാധാരണക്കാരായ ജനങ്ങളാണ്, ഈ തൊഴിലാളികളാണ്. നമുക്കറിയാം ഇപ്പോൾ മരട് വെടിക്കെട്ടിന് കൂടി അനുമതി നിഷേധിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ട് പിന്നാലെ, അതായത് ഈ പുതിയകാവ് ക്ഷേത്രോത്സവത്തിന് തൊട്ട് പിന്നാലെയാണ് മരട് ക്ഷേത്രത്തിൻ്റെ ഉത്സവം നടക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെടിക്കെട്ട് അപകടങ്ങൾ നടന്ന ഒരു സ്ഥലം കൂടിയാണ് മരട്. ഇപ്പോൾ ഈ ഒരു സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിലാണോ ഈ മരട് വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചിരിക്കുന്നത്? ടോം, അതുകൂടിയ ഒരു കാരണമാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപക്ഷെ നമ്മൾ വിശേഷിപ്പിക്കുക ഒരു ഹിറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു വെടിക്കെട്ടുകളുടെ ഒരു കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പലതവണയും പല കാഷ്വാലിറ്റിയും ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ മരട് ക്ഷേത്രത്തോടനുബന്ധിച്ച്, കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തോടനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ടെന്ന് പറയുന്നത്. 2008 അപകടത്തിൽ 3 പേർ അവിടെ മരണപ്പെട്ടു. അതിനുശേഷം 2019 അമിതമായ അളവിൽ സ്ഫോടക വസ്തു അടക്കം സൂക്ഷിച്ചതിന് നടപടികളുണ്ടായി. ഇങ്ങനെ ഓരോ തവണയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് വലിയ രീതിയിലൊരു കാഷ്വാലിറ്റിയിലേക്ക് പോകാത്തത് ഇതുവരെയും എത്തിയിട്ടില്ല. പക്ഷേ എല്ലാ തവണയും ചെറിയ രീതിയിലെങ്കിലും 2008 3 പേരുടെ മരണം പിന്നീട് അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നതടക്കം പലപ്പോഴും തന്നെ അത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന രീതിയിലേക്കടക്കം കാര്യങ്ങൾ പോയിട്ടുണ്ട്. പരാതികൾ ഒരുപാട് ഉണ്ട്. പ്രത്യേകിച്ച് ദൂരപരിധി അടക്കം അവിടെ ലംഘിക്കപ്പെടുന്നു. വലിയ രീതിയിൽ അത്തരം പരാതികളുണ്ട്. കാരണം ആ ഒരു ചെറിയ ചുറ്റളവിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യാവുന്നതിനേക്കാളും അപ്പുറമാണ് അവിടെ വെടിക്കെട്ട് നടത്തുന്നത്. പലപ്പോഴും ദേശങ്ങളുടെ ഒരു വാശിയും മത്സരവും എല്ലാം തന്നെ പ്രകടമാക്കുന്നത്
എന്തുകൊണ്ടോ ദൗർഭാഗ്യം കൊണ്ട് ഈ വെടിക്കെട്ടിലാണ് പലപ്പോഴും തന്നെ അത് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ജില്ലാ കളക്ടർ ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്. ഒരു കാരണവശാലും ഇവിടെ അനുമതി നൽകാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. പ്രത്യേകിച്ച് ദൂരപരിധി അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇവരുടെ കത്തിൽ നിഷേധിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നുണ്ട്. അനുമതി നൽകാനാവില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അത് കത്തിൽ അത് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ കൂടിയും ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതിൽ ഈ കിലോമീറ്ററുകൾക്ക് വളരെ കുറച്ച് കിലോമീറ്റർ ഇപ്പുറമുള്ള ഈ സംഭവിച്ചിരിക്കുന്ന ഈ ദുരന്തവും എല്ലാം തന്നെയും അതിന് കാരണമായിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. വെടിക്കെട്ട് അവിടെ നിരോധിച്ചതിന് ഇപ്പോൾ ചൂരക്കാട്, തൃപ്പൂണിത്തുറ ചൂരക്കാടിൻ്റെ ഈ അപകടവും അതിന് കളക്ടറുടെ ഉത്തരവിന് വരുന്നതിന് സഹായമായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കലെങ്കിലും കണ്ണോടിച്ചാൽ പിന്നെ അത് ജാഗ്രതയോടെ മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയൂ. ഒരാളുടെ കയ്യിൽ നിന്നും ഒരു അനുമതിയും വാങ്ങാതെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ കാണുന്നതിന് ആരും തന്നെയും ഉത്തരവാദിത്തപ്പെട്ടവർ ആരും തന്നെയും ഇതിന് അനുമതി നൽകിയിട്ടില്ല എന്നതാണ്. ടോം. വ്യക്തമാണ്. ഡാനി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇതിനും വലിയ അപകടങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് മരടും പരിസരവും. ഇതിനേക്കാൾ കൂടുതൽ, തൃപ്പൂണിത്തുറയേക്കാൾ കൂടുതൽ ജനസാന്ദ്രതയുള്ള, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് മരട്. ഒരുപക്ഷെ ഈ തൃപ്പൂണിത്തുറയിൽ ഈ അപകടം ഒരു മുന്നറിയിപ്പാകാം. മരടിൽ ഇതുപോലുള്ളൊരു അപകടം ഉണ്ടായാൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകാം, നിരവധി ജീവനുകൾ പൊലിയാനുള്ള സാധ്യത ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള മനുഷ്യജീവന് വെല്ലുവിളിയാകുന്ന, ഭീഷണിയാകുന്ന വെടിക്കെട്ടുകൾക്ക് ഒരു പൂർണ്ണമായ അന്ത്യം കുറിക്കേണ്ടതല്ലേ എന്ന് പൊതുസമൂഹം ഇതിനു മുൻപും പലപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. വയനാട് പയ്യമ്പള്ളി പടമലയിൽ കർഷകനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മഗ്ന വീണ്ടും കാടിറങ്ങി. രാവിലെ മാനിവയലിലെ വനപ്രദേശത്ത് നിലയുറപ്പിച്ച ആന പനവലി റസൽകുന്നിലെ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. ആനയെ പിടികൂടാനുള്ള ദൗത്യം 5ാം ദിവസവും പുരോഗമിക്കുകയാണ്. അതിനിടെ അച്ഛനെ കൊലപ്പെടുത്തിയ ആന വീണ്ടും എത്തുമെന്ന് ഭയമുണ്ടെന്ന് അജീഷിന്റെ മകൾ അൽന പറഞ്ഞു. ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരമാണ് ഉണ്ടാകേണ്ടതെന്നും ആ പെൺകുട്ടി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അതുങ്ങൾക്ക് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് അതുങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതുങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത്, അതുങ്ങൾക്കുള്ള വെള്ളമൊക്കെ കൊടുത്ത് അതുങ്ങളെ പരിപാലിക്കുവാണെങ്കിൽ അത് അവിടെ തന്നെ നിന്നോളൂ. നാട്ടിലേക്ക് ഇറങ്ങാതെ അതുങ്ങൾ സൂക്ഷിച്ചോളൂ. അവർക്കുള്ള ഭക്ഷണം കാട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് കാട്ടിൽ ഈ ഭക്ഷണത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ഈ വയനാട് എന്ന് വെച്ചാൽ മുക്കാലോളം ഇല്ലി പാനങ്ങളാ, ഇല്ലിയും കൊണ്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് കർണാടക, തമിഴ്നാട് അവിടെയൊന്നും ഇല്ലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവരിങ്ങോട്ട് വരുന്നത് ഇല്ലിയൊക്കെ കഴിക്കുക. അവിടെ ഫുഡ് മൊത്തം ഇല്ലിയല്ലേ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരല് കൂടുതൽ. എൻ്റെ മനസ്സ് പറയുന്നത്. കടുവേന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരോടും ഡാഡി അറിഞ്ഞ എല്ലാ മെസ്സേജൊക്കെ ഇട്ടത് ഇവിടെ കടുവയുണ്ട് അങ്ങനെയാ, അതുകൊണ്ട് ആരും പുറത്തിറങ്ങില്ലെന്നൊക്കെ പറഞ്ഞ് ഡാഡി എല്ലാ സംവിധാനമൊക്കെ ചെയ്തു കൊടുത്ത ഫോറസ്റ്റ് ഫുഡും വെള്ളമൊക്കെ ഡാഡി ഏർപ്പാട് ചെയ്തിരുന്നു. ഡാഡി പടമലേൻ്റെ ഒരു തൂണാന്ന് എല്ലാവരും പറയാറ്. ഡാഡി ഇല്ലെങ്കിൽ പടമല ഇല്ലാതെ ആയ കണക്കാന്ന് എല്ലാവരും. എന്ന് വെച്ചാൽ പടമലയിൽ എല്ലാ പണിക്കും, ലോഡ് പണിക്ക് പോലും ഡാഡി അങ്ങനെ എല്ലാവരുടെ അടുത്ത് പോയി നടക്കും. ഇപ്പോൾ ഒരു കല്യാണം ഉണ്ടെങ്കിൽ കല്യാണം വീട്ടിൽ പോയി ഫുഡിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. എല്ലാം ചെയ്തിട്ട് ഡാഡി വീട്ടിൽ വരാറുണ്ടായിരുന്നുള്ളൂ. ഫോറസ്റ്റ് വണ്ടി ആളെ കൊണ്ടുപോകുന്ന കണ്ടു, ആരാ ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളുടെ അടുത്തുനിന്ന് ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി ആ വണ്ടി പോകുന്ന ചേട്ടൻ്റെ മേത്ത് മൊത്തം ചോരയാന്ന് പറഞ്ഞു. ഡാഡിയെന്നുള്ള കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. പിന്നെ ഇവൻ അതിന് ആനയാന്ന് അറിഞ്ഞ പാട് ഇവൻ ഓടി വീട്ടിലേക്ക്. ഞാനും എൻ്റെ താഴെയുള്ള ചേച്ചിയും കൂടി വന്നപ്പോൾ ഞങ്ങളോട് ആ ചേച്ചിനൊരു ചേട്ടൻ പറഞ്ഞു, പഞ്ചിലച്ചിന് ആന തട്ടി, സീരിയസ് ആന്ന് പറഞ്ഞു. അത് കേട്ട് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ഡാഡി എന്തെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ആന വന്നു, ആനേൻ്റെ പുറകെ പോയതാന്ന് പറഞ്ഞു. ഞാൻ അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ ഇവിടെ ഇറങ്ങി ചോദിച്ചപ്പോൾ ചെറിയ ചെറിയ മുറിവേ ഉള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ അങ്ങനെ ആശ്വസിച്ചിരുന്നപ്പോൾ പിന്നെ സിസ്റ്റേഴ്സ് വന്നപ്പോൾ സിസ്റ്റേഴ്സാണ് പറഞ്ഞു ഞങ്ങളോട് പോയി എന്നുള്ള കാര്യം. എനിക്ക് പോയത് പോയി, ഇനി എനിക്കത് കിട്ടൂലല്ലോ ആര് വന്നാലും. നഷ്ടപരിഹാരത്തിലും കാര്യമൊന്നുമില്ലല്ലേ, ആളുകൾ ഇനി പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. MS അനീഷ് കുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി. അനീഷിനോട് അന്ന എന്ന പെൺകുട്ടി ഏറെ വൈകാരികമായിട്ടാണ് സംസാരിക്കുന്നത്. അച്ഛൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയുണ്ട്, പക്ഷെ അവൾ ഇപ്പോഴും വളരെ ധൈര്യത്തോടു കൂടി വയനാട്ടിലെ നാട്ടുകാർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയാണ്. അവിടെ ഇനി ഈ കാട്ടാന വരാതിരിക്കാൻ വേണ്ടി, വന്യജീവി ആക്രമണം തടയാൻ വേണ്ടി ശക്തമായ നടപടി വേണമെന്ന് ഒരു പോരാളിയുടെ ശബ്ദത്തിൽ, ഉറച്ച ശബ്ദത്തിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും 5 ദിവസം പിന്നിടുമ്പോഴും കാട്ടാനയെ പിടികൂടാൻ കഴിയുന്നില്ല. അതിൻ്റെ വനംവകുപ്പിൻ്റെ, വനപാലകരുടെയൊക്കെ നീക്കങ്ങൾ എങ്ങനെയാണിപ്പോൾ?
ടോം, കഴിഞ്ഞ 5 ദിവസമായി ദൗത്യസംഘം തെരച്ചിൽ നടത്തുന്നെങ്കിലും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ട് താഴെ, എനിക്ക് ഏതാണ്ട് 50 മീറ്റർ താഴെ ഒരു കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് സമീപം കാണുന്ന കുളത്തിൽ ഇത്രയും നേരം ഒരു കാട്ടാന കുളിക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് 3 കാട്ടാനകളാണ് എൻ്റെ വെളിപ്പാടകലെ സത്യത്തിൽ ഒരു 50 മീറ്റർ മുന്നിൽ ഉള്ളത്. ആ മരങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്നത് ഒരു 2 വലിയ ആനയും ഒരു കുട്ടിയാനയുമുണ്ട്. അവർ കുളി കഴിഞ്ഞിപ്പോൾ അപ്പുറത്തേക്ക് പോയതേ ഉള്ളൂ. ഇതാണ് വ്യത്യാസം. കാരണം അവിടെ കാട്ടിൽ നിൽക്കുമ്പോഴും മറുവശത്ത് നമ്മൾ നിൽക്കുമ്പോൾ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഇവിടുത്തെ നിരന്തരമുള്ള സ്ഥിരമായി വരുന്ന കാട്ടാനകൾ കാണിക്കുന്നില്ല എന്നതാണ്. പക്ഷേ ബേലൂർ മഖ്നയെ പോലുള്ള കലാപകാരികളായ അല്ലെങ്കിൽ അങ്ങേറ്റം പ്രകോപനകാരികളായ ആനകളാണ് ഈ പ്രശ്നമുണ്ടാക്കുന്നത്. നേരത്തെ ആ പെൺകുട്ടി നമുക്ക് തന്ന അഭിമുഖത്തിൽ ആ കുട്ടി അത് പറയുകയും ചെയ്തു. കാര്യം വയനാടുള്ള ആനകൾ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആനകളല്ല. കൃഷിയിടത്തിലും മറ്റുമൊക്കെ എത്തി ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമെങ്കിലും അത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ആനയല്ല എന്ന് പറയുന്നു. മറുവശത്ത് നമുക്ക് ആ കുളത്തിന് അപ്പുറത്ത് നോക്കിയാൽ മാൻകൂട്ടങ്ങളെ കാണാൻ കഴിയും. മാൻകൂട്ടങ്ങൾ ഈ വൈകുന്നേരം സമയം ആകുമ്പോൾ വെള്ളം കുടിക്കാനായി ഈ കുളത്തിലേക്ക്, ജലാശയത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ്. 3 ആനകളും മാൻകൂട്ടവും. കൃത്യമായി നമുക്ക് അവരെ ഇവിടെ നിന്നും കാണാൻ പറ്റും. നമ്മുടെ വെളിപ്പാട് അകലെയാണ് ഈ ആനക്കൂട്ടം നിൽക്കുന്നത്. പക്ഷേ ഈ മനുഷ്യൻ്റെ ശബ്ദം കേട്ടാലോ വാഹനങ്ങളുടെ ശബ്ദം കേട്ടാലോ ആനക്കൂട്ടങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. കുറച്ചുകൂടി അപ്പുറത്ത് നിന്നാൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആനയെ അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. നേരത്തെ ഏതാണ്ട് അരമണിക്കൂറോളമായി ഞങ്ങൾ ഈ സ്ഥലത്ത് തന്നെയുണ്ട്. ആനയുടെ കുളി അല്ലെങ്കിൽ ആന അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആനയെ ഇപ്പോൾ കാണാം. ടോം, ആനയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. തൊട്ട് താഴെയാണ്. എനിക്ക് തോന്നുന്നത് ഇനിയും അതിന്റെ ചിന്നംവിളി ശബ്ദം കേട്ടത് കൊണ്ട് തന്നെ ഇനി കാട്ടിലൂടെ ഓടുന്നത് കാണാം. അനീഷെ, ബേലൂർ മഖ്ന ഈ സ്ഥലത്തുണ്ട് എന്ന് തന്നെ ഒരു നിഗമനത്തിലാണോ വനംവകുപ്പുള്ളത്? അനീഷ്, ബേലൂർ മഖ്ന ഏറ്റവും ഒടുവിൽ ഒരു തോട്ടത്തിലേക്ക് എത്തിയെന്നാണ് കൃത്യമായി വിവരം കിട്ടിയത്. രാവിലെ മാനുവേൽ എന്ന സ്ഥലത്തായിരുന്നു റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചത്. അതിനുശേഷമാണ് ഒരു റസാക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തെ ആ തോട്ടത്തിലേക്ക് ആന പോയത്. പക്ഷേ പേരിൽ തോട്ടം എന്ന് ആണെങ്കിൽ പോലും വലിയ കാടാണ്. കാരണം പരിചരണങ്ങളില്ലാതെ വളരെ വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഒരു തോട്ടം, സർക്കാരിൻ്റെ മിച്ചഭൂമിയൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വലിയ മരങ്ങളും വലിയ കാടുകളും ഈ കൊങ്ങിണിക്കാടുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അത്. അതുകൊണ്ട് തന്നെ പിടിക്കുക എന്ന ദൗത്യം ഇപ്പോഴും ദുഷ്കരമായി തുടങ്ങുന്നു. പക്ഷേ ഈ കാടിൻ്റെ അത്രയും വലിപ്പമില്ലാത്ത ഒരു ഭൂപ്രകൃതിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരത്തേക്കെങ്കിലും ഒരു ശ്രമം വിജയിപ്പിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം സംഘത്തിനുണ്ട്. പക്ഷേ എത്രത്തോളം ആ ശ്രമം വിജയകരമാവും എന്ന് പറയാൻ കഴിയില്ല. വളരെയധികം നേരം ഈ അത്തരം ഇടങ്ങളിൽ തങ്ങിയാൽ പിന്നീട് കാട്ടിലേക്ക് തന്നെ അത് ഉൾവരിയാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. എന്തായാലും അതിനുള്ള ശ്രമങ്ങൾ ആ വശത്ത് പുരോഗമിക്കുകയാണ്. മറുവശത്ത് അതിനൊപ്പം ഉണ്ടായിരുന്ന ഒരു മോഴയാനയുണ്ട്. മോഴയാന രാവിലെ മുതൽ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ റേഡിയോ കോളർ സിഗ്നലുകളിൽ ആ മോഴയാന ലഭിക്കാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ആനയുടെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് വനംവകുപ്പ് പറയുന്നുമില്ല. ഇന്നലെ ഈ കാട്ടിൽ ദൗത്യത്തിന് പോയ സംഘത്തെ ഈ മോഴയാന ആക്രമിക്കാനായി വരികയും വനംവകുപ്പ് അവിടെ പടക്കം പൊട്ടിക്കുകയും അല്ലെങ്കിൽ വെടിശബ്ദം വെച്ച് ഈ ആനയെ പറഞ്ഞയക്കുന്ന സാഹചര്യമൊക്കെയുണ്ട്. എന്തായാലും ആ വശത്ത് ആ രീതിയിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. വനംവകുപ്പിന് തലവേദനയാണ്. കാരണം മറുവശത്ത് വലിയ ജനകീയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ വലിയ പന്തംകൊളുത്തി പ്രകടനവും മറ്റുമൊക്കെ ഈ അജിയുടെ വീടിന് സമീപം നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് പ്രതിഷേധങ്ങൾ ഉയർന്നു തന്നെ വരുന്ന ഒരു സാഹചര്യത്തിൽ ആനയെ പിടികൂടാൻ വൈകിയാൽ, കാരണം നാളെ ഹജ്ജ് മരിച്ചിട്ട് ഏതാണ്ട് ഒരാഴ്ച തികയുന്ന ദിവസമാണ്. അതുമായി ബന്ധപ്പെട്ട മതപരമായ ചടങ്ങുകൾ 7ാം ദിവസം ഉണ്ട്. ആ സമയത്ത് പോലും ഈ ആനയെ പിടികൂടാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ
കാര്യത്തിൽ കുടുംബം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്ന ചില വിവരങ്ങളുണ്ട്. ഒപ്പം വലിയ രീതിയിലുള്ള പ്രക്ഷോഭമായി തിരുവനന്തപുരത്തേക്ക് പോലും പോകാനുള്ള ഒരുക്കങ്ങൾ ഈ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ഭാഗത്തു നിന്നൊക്കെ ആലോചിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ശക്തമായ സമ്മർദ്ദമാണ് ഇക്കാര്യത്തിൽ സർക്കാരിന് മേൽ അല്ലെങ്കിൽ വനം വകുപ്പിന് മേൽ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതികളെ പിടികൂടാനുള്ള ഈ ആനയെ പിടികൂടാനുള്ള ഒരു ശ്രമം ഊർജിതമായി കൂടുതൽ നിൽക്കുന്ന സ്ഥലത്ത് ഒരു കാട്ടാനയെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു അപകടകരമായ സാഹചര്യം ഇപ്പോൾ അവിടെ ഉണ്ടോ? ഈ ഒരു ആന, അതായത് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ആന മാത്രമുള്ളോ അതോ കൂടുതൽ കാട്ടാനകൾ ഈ സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? അത് ഒരു ഈ വനപാലകരുടെ, വനംവകുപ്പിന്റെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഈ ഒരു ഈ ബേലൂർ മഖ്നയെ കണ്ടെത്താനുള്ള, പിടിക്കാനുള്ള നീക്കത്തിന് ഏതെങ്കിലും രീതിയിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടോ? ഇല്ല ടോം, നമ്മൾ തീർച്ചയായും വയനാട്ടിലെ ആനകൾ, ഈ സാധാരണ ഈ കാടുകളിലൂടെ സ്വൈര്യവിഹാരം നടത്തുന്ന ആനകളും ബേലൂർ മഖ്നയും തമ്മിലുള്ള ഒരു വ്യത്യാസം തന്നെ ഇതാണ്. കാരണം ഇവിടെ ജനങ്ങളെ കണ്ടാലോ അല്ലെങ്കിൽ മറ്റ് ശബ്ദങ്ങൾ കേട്ടാലോ ആന ആക്രമിക്കാനായി വളരെ പെട്ടെന്ന് ചാടി വരികയില്ല. അവരുടെ മേൽ എന്തെങ്കിലും ആക്രമണം നടത്തിയാൽ മാത്രമാണ് ആനകൾ വരുന്നത്. എനിക്ക് തൊട്ട് താഴെ തന്നെ ആ കൂട്ടത്തിൽ 3 ആനകളാണ് നിലവിലുള്ളത്. 2 വലിയ ആനകളും ഒരു കുട്ടിയാനയുമുണ്ട്. ആ വലിയ ആന ആദ്യം ആ കുളത്തിൽ കുളിക്കുകയായിരുന്നു. 2 അരമണിക്കൂറോളം ഞങ്ങൾ ഈ സ്ഥലത്ത് തന്നെയുണ്ട്. അതിനുശേഷം കുളി കഴിഞ്ഞ് ആ ആന കാട്ടിലേക്ക്, ആ താഴെ കാണുന്ന കാട്ടിലുണ്ട്. അവിടെ 3 ആനകൾ ഇപ്പോൾ തന്നെയുണ്ട്. പക്ഷേ ഈ റോഡിൽ കൂടി വാഹനങ്ങൾ കടന്നു പോകുന്നു, നമ്മളിവിടെ നിൽക്കുന്നു എങ്കിൽ പോലും ആ ആനയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു പ്രകോപനം ഇതുവരെ ഉണ്ടാവുകയോ റോഡിലേക്ക് വരികയോ ഒന്നും ചെയ്തിട്ടില്ല. ജനവാസ കേന്ദ്രത്തിന് നടുവിൽ അല്ലെങ്കിൽ നിരവധി വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു സ്ഥലത്തിന് വശത്താണ് ഈ ആനത്താര ഉള്ളത്. ഇതാണ് ഈ ആളുകൾ പറയുന്നത്. കാരണം നിരവധി ആനകളുണ്ട്. ആനകളുടെ ഒരു നാടാണ് വയനാട്. ഈ വന്യജീവി സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. കുറുവാ ദ്വീപിലേക്ക് പോകുന്ന ഒരിടവുമാണ്. അതുകൊണ്ട് ആനകൾ അങ്ങനെ മനുഷ്യനെ കണ്ടാൽ പെട്ടെന്ന് കയറി ആക്രമിക്കുന്ന പ്രകൃതമല്ല. പക്ഷേ ഇത്തിരി ഒറ്റതിരിഞ്ഞു വരുന്ന ഒറ്റയാന്മാരാണ് പലപ്പോഴും ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് വളരെ പ്രകടമാക്കുന്ന, അല്ലെങ്കിൽ എല്ലാ ആനകളും പ്രകോപകാരികളല്ല, കാണുന്ന ആനകളെ എല്ലാം മയക്കുടി വെച്ച് പിടികൂടേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും നൽകാൻ കഴിയുന്നത്. അതുതന്നെയാണ് നമ്മൾ ഇവിടെ നിൽക്കാൻ കാരണവും. അല്ലെങ്കിൽ ബേലൂർ മഖ്നയെ പോലുള്ള ഒരു ആനയാണെങ്കിൽ നമുക്കൊരു 1 കിലോമീറ്റർ അടുത്ത് പോലും നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കേവലം 100 മീറ്ററിൽ താഴെ ദൂരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ റിപ്പോർട്ടിംഗ് നടത്തുന്നത്. ടോം. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ബേലൂർ മഖ്നയെ കണ്ടെത്താനുള്ള 5ാം ദിവസത്തെ നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി ബേലൂർ മഖ്നയെ, വയനാട്ടിലെ കർഷകനെ കൊലപ്പെടുത്തിയ ആനയെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വനം വകുപ്പ്. കേരളത്തിന്റെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ അപൂർവമായ കേസുകളിൽ ഒന്നാണ് പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയ സംഭവം. കേസിൽ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ഇന്ന് വിചാരണ നടപടികൾ ആരംഭിച്ചു. ഷാബാസ് ഷെരീഫിന്റെ മൃതദേഹാവശിഷ്ടം ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്തത് പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയാണ്. CB അനുമോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി വാർത്തയുടെ. അനുമോദ്, ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണയിലേക്ക് കടക്കുന്ന കേരളത്തിലെ അപൂർവം ഒരു കൊലക്കേസുകളിലൊന്നാണ് ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയ സംഭവം. ഇന്ന് കോടതിയിൽ എന്താണ് സംഭവിച്ചത്? അതായത് വിചാരണ നടപടികൾ ആരംഭിച്ച ഒരു സാഹചര്യത്തിൽ എത്ര ദിവസത്തോളം ഈ നടപടികൾ നീണ്ടുപോകുമെന്ന് ആണ് കണക്കാക്കപ്പെടുന്നത്? ടോം, നമുക്കറിയാം കേരളത്തിലെ അപൂർവങ്ങളായ കേസുകളിൽ ഒന്നായിട്ടാണ് ഷാബാസ് ഷെരീഫ് വധക്കേസിനെ കാണുന്നത്. കാരണം മൃതശരീരം ലഭിക്കാതെ വിചാരണ നടപടിയിലേക്ക് കിടക്കുന്നൊരു കേസാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കേസിലെ പ്രോസിക്യൂട്ടറുമായി സംസാരിച്ചപ്പോൾ രാജൻ കേസിന് സമാനമായ ഒരു സാഹചര്യം, അതായത് രാജൻ കേസിലും രാജന്റെ മൃതശരീരം കിട്ടിയിരുന്നില്ല, അതേപോലെ തന്നെയാണ് ഇതിലെയും ഒരു അവസ്ഥ എന്നാണ് പറയുന്നത്. പക്ഷേ മൃതശരീരം കിട്ടിയില്ലെങ്കിൽ പോലും ശാസ്ത്രീയ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ മരിച്ചുവെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ, ആ കേസിന്റെ മെറിറ്റിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത് കേസിന് ഗുണം ചെയ്യുന്നതാവും എന്നാണ് പ്രോസിക്യൂട്ടർ പറയുന്നത്. ഇന്ന് ഇപ്പോൾ കോടതിയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം, ഈ കേസിലെ 7ാം പ്രതിയും ഈ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയുമായിരുന്ന നൌഷാദ് എന്ന മോനും
അയാൾ കുറ്റസമ്മതം കോടതിയിൽ നടത്തുകയാണ്. ഇയാളെ കോടതി മാപ്പുസാക്ഷിയാക്കുന്നുണ്ട്. ഈ കേസിൽ പ്രോസിക്യൂഷൻ മാപ്പുസാക്ഷിയാക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ നൌഷാദിന്റെ വെളിപ്പെടുത്തലാണ് ഈ കേസിലേക്ക് നയിച്ചതും. അതായത് ഈ ഷാബാസ് ഷെറീഫിനെ തടവിലാക്കി 1 വർഷത്തിലേറെ വീട്ടിൽ തടങ്കിൽ പീഡിപ്പിച്ച് കൊന്ന് കഷ്ണങ്ങളാക്കി ചാലിയാറിൽ വലിച്ചെറിഞ്ഞ കാര്യം ഈ സംഭവം നടന്ന 2 വർഷത്തിന് ശേഷം ലോകമറിഞ്ഞത് നൌഷാദിന്റെ വെളിപ്പെടുത്തലിലൂടെയാണ്. അതാണ് നൌഷാദിനെ മാപ്പുസാക്ഷിയാക്കിയിട്ട് ഇപ്പോൾ കോടതി ഇപ്പോൾ അയാളുടെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മറ്റു പ്രതികളെയും വിചാരണയ്ക്ക് കൊണ്ടുവരും. ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ ഷാബാസ് ഷെറീഫിന്റെ തലമുടിയിൽ നിന്നും ലഭിച്ച DNA പരിശോധനയുടെ ഫലമാണ്. ഷാബാസ് ഷെറീഫിന്റെ മൃതദേഹം കഷ്ണങ്ങളാക്കി വലിച്ചെറിയാൻ കൊണ്ടുപോയ വാഹനത്തിൽ നിന്ന് ആണ് ഈ ഒരു തലമുടി ലഭിച്ചിട്ടുള്ളതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ തലമുടിയുടെ മൈറ്റോകോൺട്രിയ ഫലം DNA പരിശോധനാ ഫലമാണ്. ഇത് മൃതദേഹം ഷാബാസ് ഷെറീഫിൻ്റെതാണെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉള്ളത്. ഇനി മറ്റ് കൂടുതൽ തെളിവുകൾ, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും അതുപോലെ സാഹചര്യ തെളിവുകളുമാണ് കേസിൽ പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. ഇത് 2019 ഈ ഒരു സംഭവം നടക്കുന്നത്. 2019 ഷാബാസ് ഷെറീഫിനെ മൈസൂരിൽ നിന്ന് ഷൈബിൻ അഷ്റഫിന് നേതൃത്വമുള്ള സംഘം തട്ടിക്കൊണ്ടുവരുന്നതും 2020 ഒക്ടോബർ വരെ നിലമ്പൂർ മുക്കട്ടയിലെ ഷൈബിൻ അഷ്റഫിന്റെ വീട്ടിൽ തടങ്കലിൽ പാർപ്പിച്ച് ക്രൂരമായി പീഡിപ്പിച്ച് അവസാനം കൊല്ലുകയാണ് ചെയ്തത്. ഷാബാസ് ഷെറീഫ് ഒരു പാരമ്പര്യ വൈദ്യനാണ്, ഒറ്റമൂലി വൈദ്യനാണ്, മൂലക്കുരുവിന്റെ ചികിത്സകനാണ്. ഈ മൂലക്കുരുവിന്റെ ഒറ്റമൂലിയുടെ രഹസ്യം തേടിയാണ് ഈ ഷൈബിൻ അഷ്റഫ് ഇത് ചെയ്തതെന്നാണ് അറിയുന്നത്. എന്നാണെങ്കിലും ഈ ഒരു സംഭവം പുറത്തിറങ്ങിയതിനെ തുടർന്ന് കേരളത്തിൽ മറ്റെവിടെയും നമ്മൾ കാണാത്ത രീതിയിലുള്ള പല പരിശോധനകളും കേരള പോലീസ് ഇവിടെ നടത്തി. അതുപോലെ തന്നെ മൃതശരീരം കട്ടങ്ങൾ വലിച്ചെറിഞ്ഞ ചാലിയാറിൽ ദിവസങ്ങളോളം പരിശോധന നടത്തി. അതുപോലെ തന്നെ ഈ ഷൈബിൻ അഷ്റഫിന്റെ വീട്ടിലെ ടൈൽസിൽ രക്തത്തിന്റെ കറ കണ്ടെത്തുവാൻ വേണ്ടി ടൈൽസ് മുഴുവൻ പൊളിച്ച് പരിശോധിച്ചു. അതുപോലെ തന്നെ ഈ ഒരു കൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തി, അത് പരിശോധനയ്ക്ക് അയച്ചു. ഈ തരത്തിൽ വലിയ തോതിലുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ് കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. എന്താണെങ്കിലും ഈ ഒരു കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനാകില്ല എന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം. ശാസ്ത്രീയ പരിശോധനാ ഫലത്തിനപ്പുറം ഈ മൃതദേഹാവശിഷ്ടം കണ്ടെത്താൻ കഴിയാത്തത് ഏതെങ്കിലും രീതിയിൽ പ്രോസിക്യൂഷൻ ഒരു വെല്ലുവിളിയാകുന്നുണ്ടോ? കാരണം നേരത്തെ അനുമോദ് തന്നെ സൂചിപ്പിച്ചു, ഈ ഷാബാസ് ഷെരീഫിന്റെ തലമുടി, മറ്റ് രക്തക്കറ, ഇതിൽ സുപ്രധാനമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള, ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള തെളിവുകൾ എന്തൊക്കെയാണ് ഈ കേസിൽ അനുമോദ്? അത്തരം മുഴുവൻ കാര്യങ്ങളും പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കാരണം അതൊരു കേസിന്റെ ഒരു സസ്പെൻസ് ആക്കി പ്രോസിക്യൂഷൻ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. കാരണം ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടുന്നത് പ്രത്യേകിച്ച് ഈ കേസിൽ ഏറ്റവും നിർണായകമായ പല തെളിവുകളും കോടതിയിൽ മാത്രം ഹാജരാക്കി അല്ലെങ്കിൽ കോടതിയിൽ മാത്രം വെളിപ്പെടുത്തുക എന്നൊരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം അത് കേസിന്റെ ഗതിയെ ബാധിക്കും എന്ന നിരീക്ഷണമുള്ളതുകൊണ്ടാണ്. എങ്കിലും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം, ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തലമുടിയിൽ നിന്ന് ലഭിച്ച DNA പരിശോധനാ ഫലം. അത് ഷാബാസ് ഷെറീഫിന്റെ തലമുടിയാണെന്ന് ശാസ്ത്രീയ പരിശോധനകളിലൂടെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന്. രണ്ടാമതായിട്ട് ഈ രക്തക്കറ, അതുപോലെ തന്നെ ഇദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങളിൽ നടത്തിയ പരിശോധനാ ഫലങ്ങൾ, അതുപോലെ ഇദ്ദേഹത്തെ മൈസൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ സമയത്തുള്ള സാക്ഷികൾ, അങ്ങനെയുള്ള സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളുമാണ് ഇതിൽ ഈ ശാസ്ത്രീയ തെളിവുകൾക്കൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും കോടതിക്ക് മുമ്പിലെത്തുക. പക്ഷേ ഇതിൽ കൂടുതൽ വെളിപ്പെടുത്തൽ പോലീസ് ഇപ്പോൾ നടത്താത്തത് സ്വാഭാവികമായിട്ടും മൃതശരീരം കിട്ടാത്ത ഒരു കേസിൽ മറുവശത്ത് സമ്പന്നനായ, അതായത് ഗൾഫിൽ ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ പേരുള്ള, നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള, അതീവ സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പലതരത്തിലും ഈ കേസിനെ അട്ടിമറിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പോലീസിന്റെ തന്നെ നിഗമനമുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ പല തെളിവുകളും പോലീസ് ഇപ്പോൾ പുറത്തു പറയുന്നില്ല. പ്രോസിക്യൂഷൻ കോടതിയിൽ മാത്രം രഹസ്യമായിട്ട് അവതരിപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഈ മൃതശരീരം ലഭിച്ചിട്ടില്ല എന്നതുകൊണ്ട് മാത്രം ഈ പ്രോസിക്യൂഷന്റെ വാദം തള്ളിക്കളയാൻ കഴിയില്ല എന്ന അവകാശവാദമാണ് പ്രോസിക്യൂഷനുള്ളത്. കാരണം ഒരാൾ മരിച്ചുവെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനായാൽ അത് ഈ ഒരു കൊലക്കേസിന്റെ വിചാരണയ്ക്ക് സഹായകമാകും, കൊലക്കേസിന്റെ വിചാരണയ്ക്ക് തടസ്സമാകില്ല എന്ന വിശദീകരണമാണ് അവരുടെ ഭാഗത്തുനിന്നുള്ളത്. അയാൾ മരിച്ചുവെന്ന് തെളിയിക്കുവാൻ ഈ ഒരു ശാസ്ത്രീയ തെളിവുകൾ കൊണ്ടും സാഹചര്യ തെളിവുകൾ കൊണ്ടും സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് പ്രോസിക്യൂഷനുള്ളത്.
അനുമോദ്, ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചുള്ള എത്ര പ്രതികളാണ് ഈ കേസിൽ? അതായത് ഷൈബിൻ അഷ്റഫ്, മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിനെ കൂടാതെ എത്ര പ്രതികളാണുള്ളത്? മാത്രമല്ല ഈ കേസിൻ്റെ ഒരു സ്വഭാവം അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഒരു വ്യത്യസ്തമാണ്. ഈ ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന മാസങ്ങളോളം തടവിൽ പാർപ്പിക്കുക, പിന്നീട് കൊലപ്പെടുത്തുക, തെളിവ് നശിപ്പിക്കുക, അതായത് മൃതദേഹ അവശിഷ്ടങ്ങൾ പോലും പൂർണ്ണമായി നശിപ്പിക്കുന്ന രീതിയിലുള്ള തെളിവ് നശിപ്പിക്കൽ, ഒരു ഗുരുതരമായ ഒരു വലിയ കൃത്യമായ പ്ലാനിങ് ആസൂത്രണത്തോടെ നടത്തിയൊരു കൊലപാതകം. എത്ര വർഷം വരെയും തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളൊക്കെയാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? ഈ കുറ്റപത്രത്തിൽ ഏതൊക്കെ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അനുമോദ്? ടോം, കേസിൽ 15 പ്രതികളാണുള്ളത്. ഷൈബിൻ അഷ്റഫും ഭാര്യയും സഹായികളും അടക്കം 15 പേർ. അതിലൊരു റിട്ടയർഡ് പോലീസുകാരനുണ്ട്. ഇതിൽ 2 പേരെ ഇനിയും പിടികിട്ടിയിട്ടില്ല. അവർ വിവിധ സംസ്ഥാനങ്ങളുള്ളിൽ താമസിക്കാൻ അവർക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു കൃത്യം നടന്ന് ആ വിവരം പുറത്തറിയുന്നത് തന്നെ അവരിൽ ഒരാൾ വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ്. അതായത് ഒരു കൊലപാതകം നടന്ന 2 വർഷത്തിന് ശേഷമാണ് ഈ കാര്യം ലോകമറിയുന്നത് തന്നെ. അപ്പോൾ ഒരാളെ തട്ടിക്കൊണ്ടുവന്ന് 1 വർഷത്തിലേറെ തടങ്കലിൽ താമസിപ്പിച്ച് ക്രൂരമായി പീഡിപ്പിച്ച് ഒരു മനുഷ്യനെ വെട്ടി നുറുക്കി അയാൾ മാച്ചു കളഞ്ഞു എന്ന് തന്നെ പറയാം. മൈസൂരിൽ നിന്നും തട്ടിക്കൊണ്ടുപോകുന്ന ഷൈബിൻ അഷ്റഫ് സംഘവും തട്ടിക്കൊണ്ടുപോകുന്ന ഷാബാസ് ഷെരീഫിനെ ലോകം കണ്ടിട്ടില്ല. അയാൾ എവിടെയാണെന്ന് പോലും അറിയാത്ത രീതിയിൽ, അയാളെ ഒരു ശരീരത്തിന്റെ അവശിഷ്ടം പോലും കുടുംബത്തിന് കാണാൻ കഴിയാത്ത രീതിയിൽ അയാൾ ഈ ലോകത്തുണ്ടായിരുന്നു എന്നതിന് ഒരു തെളിവ് അവശേഷിപ്പിക്കാത്ത രീതിയിൽ മാച്ചു കളയുകയാണ് പ്രതികൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറ്റപത്രത്തിൽ വലിയ കുറ്റങ്ങൾ തന്നെയാണ് ചുമതല. കൊലപാതകമുണ്ട്, അനധിക തടങ്കിൽ വെച്ചതുണ്ട്, ക്രൂരമായി പീഡിപ്പിച്ചതിന്റെ വകുപ്പാണ്, ജീവപര്യന്തവും കൊലക്കുറ്റവും കിട്ടാനുള്ള തരത്തിലുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളതിൽ. പോലീസിനെ സംബന്ധിച്ച് ആകെ ഒരു തിരിച്ചടിയുള്ളത് ഈ 2 പേരെ കൂടി പിടികൂടാനുണ്ട് ഈ സഹായി സംഘത്തിൽ. അതായത് ഈ പ്രതിപ്പട്ടികയിലുള്ളതിൽ 13 പേർക്ക് പുറമെ 2 പേർ കൂടിയുണ്ട്. അവരെ കൂടി ഇതിൽ പിടികൂടാനുണ്ട് എന്നത് മാത്രമാണ് ഈ കേസുമായി സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്നും ഇനിയും അന്വേഷണം നടക്കുന്ന ഒരു മേഖലയുള്ളത്. പക്ഷേ ഇത് അപൂർവമായിട്ടൊരു കേസ് തന്നെയായിട്ടാണ് പ്രോസിക്യൂഷനും പോലീസും കാണുന്നത്. കാരണം സമാനമായൊരു കുറ്റകൃത്യം അടുത്ത കാലത്തൊന്നും കേരളത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. കാരണം ഒരു മൃതദേഹത്തിന്റെ ഒരവശിഷ്ടവും ഇല്ലാതെ ഒരു കണം പോലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ആ ഒരു മനുഷ്യനെ മാച്ചു കളഞ്ഞ, അതും 1 വർഷത്തിലേറെ അയാളെ തടങ്കലിൽ ചങ്ങലക്കിട്ട് പീഡിപ്പിച്ച് അയാളുടെ മൃതശരീരം കൊത്തിനുറുക്കി, 1000-ലേറെ കഷ്ണങ്ങളെ കൊത്തുനുറുക്കി എന്നൊക്കെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതായത് ശരീരത്തിന്റെ അവശിഷ്ടം ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിൽ കൊത്തിനുറുക്കിയാണ് അവരിതിന് ഈ ഒരു മൃതശരീരം ഡംപ് ചെയ്തിരിക്കുന്നത്, ചാലിയാറിൽ തള്ളിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും വലിയ ഒരു കുറ്റകൃത്യം കേരളത്തിൽ തന്നെ ഇത്തരത്തിലൊരു സംഭവം കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാകും എന്ന തരത്തിൽ തന്നെയാണ് നമുക്കും വിലയിരുത്തേണ്ടതുള്ളത്. എന്താണെങ്കിലും കൊലക്കുറ്റവും അടക്കം ഏറ്റവും വലിയ ശിക്ഷ തൂക്കിലേറ്റുക എന്നുള്ളത്, അതിന് തക്ക വകുപ്പുകളെല്ലാം ചുമത്തിയിട്ടുള്ള കുറ്റപത്രം തന്നെയാണ് സമർപ്പിച്ചിട്ടുള്ളത്. വ്യക്തമാണ്. CV അനുമോദ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ തന്നെ സമാനതകളില്ലാത്തൊരു കേസ്, അതിക്രൂരമായി നടന്ന ഒരു സംഭവമാണ് പാരമ്പര്യവിധേയൻ ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയ സംഭവം. ആ കേസിലാണ് ഇപ്പോൾ കോടതിയിൽ വിചാരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം വെള്ളായണിയിൽ ഡേ കെയറിൽ നിന്നിറങ്ങിയ 2 വയസ്സുകാരന് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നുപോയൊരു സംഭവമാണ്. ആ കേസിൽ നേമം പോലീസ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് നേമം പോലീസ് കേസെടുത്തത്. ഈ മാസം 12-നായിരുന്നു സംഭവം. വിജനമായ റോഡിലൂടെ 1.5 കിലോമീറ്റർ ദൂരം ഒറ്റയ്ക്ക് നടന്നാണ് കുട്ടി വീട്ടിലെത്തിയത്. 4 സ്റ്റാഫ് ഉണ്ടായിരുന്ന ഡേ കെയറിൽ 3 പേരും പുറത്തുപോയ സമയത്താണ് കുട്ടി വീട്ടിലേക്ക് നടന്നത്. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഭാഗ്യം കൊണ്ടാണ് ആ കുട്ടിക്ക് ഒരു അപകടവും സംഭവിക്കാതിരുന്നത്. നമുക്കറിയാം, ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും ആ കുഞ്ഞ് അതിവേഗത്തിൽ ഓടിപ്പോകുന്ന കാഴ്ച. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ ഈ ഡേ കെയറിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ടോം, അത്യന്തം ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഈ ഡേ കെയറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അവിടെ 3 ടീച്ചർമാരും 1 ആയയുമാണ് ഉള്ളത്. വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഈ ഡേ കെയറിൽ നിന്ന് 2.5 വയസ്സുള്ള കുഞ്ഞ് 1.5 കിലോമീറ്ററോളം നടന്ന് സ്വന്തം വീട്ടിലേക്ക് എത്തുകയാണ്. വിജനമായ വഴികളിലൂടെയാണ്
ഈ കുട്ടി അവിടേക്ക് പോകുന്നത്. ഈ പോകുന്ന വഴിയിൽ അധികം വീടുകളോ മറ്റ് സ്ഥാപനങ്ങളോ ഒന്നും ഉള്ളതല്ല. റോഡ് വഴി തന്നെയാണ് പോകുന്നത്. കുട്ടിയെ സ്ഥിരമായി കൊണ്ടുവരുന്ന വഴിയിലൂടെ കുട്ടി തിരികെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അത്യന്തം ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. കാരണം നമ്മൾ ഈ അടുത്തിടെ ചർച്ച ചെയ്ത വിഷയമാണ്, അല്ലെങ്കിൽ കേരളത്തിൽ ഞെട്ടിച്ച സംഭവമാണ് അബിഗേൽ സാറയെ തട്ടിക്കൊണ്ടുപോയ സംഭവം. അത് കേരളത്തിലുണ്ടാക്കിയ കോളിളക്കം ചെറുതല്ല. അതിനു മുമ്പ് നമ്മൾ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവം, അല്ലെങ്കിൽ പിന്നീടുള്ള വാർത്തകളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ദേവനന്ദയുടെ തിരോധാനവും പിന്നീട് ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടമായ നിലയിൽ പിന്നീട് കണ്ടെത്തിയ സംഭവവും. ഇതെല്ലാം തന്നെ മലയാളിയുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച സംഭവങ്ങളാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഗുരുതരമായ സംഭവം. ഈ നേമം കല്ലിയൂരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെ സുധീഷ് അർച്ചന ദമ്പതികളുടെ മകൻ അങ്കിത്ത്. ഈ അങ്കിത്തിന് 2.5 വയസ്സാണ്. ഡേ കെയറിൽ 30ഓളം കുട്ടികളുണ്ട്. ഈ സമയം ഈ ഉച്ച സമയത്താണ്, 1 മണിക്കാണ് കുഞ്ഞ് പുറത്തേക്ക് പോകുന്നത്. ഈ 3 ടീച്ചർമാരുണ്ടായിരുന്ന 3 ടീച്ചർമാരും തൊട്ടടുത്തൊരു കല്യാണത്തിന് പോയി എന്ന വിവരമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതായത് ടീച്ചർമാരെല്ലാം ചേർന്ന് ഒരു കല്യാണത്തിന് പോകുന്നു. ആയ മാത്രമാണ് ഡേ കെയറിൽ ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയമാണ്. ആ സമയത്ത് ഗേറ്റ് പൂട്ടിയിരുന്നില്ല. കുഞ്ഞ് പുറത്തേക്ക് പോയത് അറിഞ്ഞില്ല എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഈ ആയ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. കുഞ്ഞ് പുറത്തേക്ക് പോവുകയും ഏതാണ്ട് 2 മണിയോടുകൂടിയാണ്, ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. 2 മണിയോടുകൂടിയാണ് കുഞ്ഞ് വീട്ടിലെത്തുന്നത്. ഇതിനിടയിൽ മറ്റ് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയോ കുഞ്ഞിനെ ആരെങ്കിലും നിർത്തി ചോദിക്കുകയോ വിവരങ്ങൾ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കുഞ്ഞ് നേരെ നടന്ന് കുഞ്ഞിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ വീട്ടുകാരും ഞെട്ടി. കാരണം ഇത്രയും ദൂരം കുഞ്ഞ് ഒറ്റയ്ക്ക് വന്നിട്ടും ഈ ഡേ കെയറിലെ ആരും അറിഞ്ഞില്ല, ജീവനക്കാരോ ടീച്ചർമാരോ ഒന്നും അറിഞ്ഞില്ല എന്ന സംഭവം. വീട്ടുകാർ പിന്നീട് ഈ ഡേ കെയറിലേക്ക് വിളിക്കുമ്പോഴാണ് അവർ അറിയുന്നത് ഒരു കുഞ്ഞിനെ കാണാനില്ല എന്ന സംഭവം. ഇത്രയും സമയമായിട്ടും ആ കുഞ്ഞ് അവിടെ ഇല്ല എന്നുള്ള കാര്യം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ വീട്ടുകാർ വിളിക്കുന്നതിന് വരെയും ഈ കുഞ്ഞ് അവിടെ നിന്ന് പോയ വിവരം ഡേ കെയർ അധികൃതർ അറിഞ്ഞില്ല എന്ന് തന്നെയാണല്ലേ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഭവം ഈ കൊല്ലത്ത് ഈ സമീപകാലത്താണ് ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ വാർത്ത കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചത്. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും സ്വാഭാവികമായും സ്കൂൾ അധികൃതർ അല്ലെങ്കിൽ ഡേ കെയറിന്റെ അധികൃതരൊക്കെ വലിയ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലത്ത് ഈ രീതിയിൽ ഒരു അനാസ്ഥ, ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടാകുന്നു. ഈ പോലീസിനെ സമീപിച്ചത്, പോലീസിൽ പരാതി നൽകിയത് ഈ കുടുംബം തന്നെയാണോ അതോ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നോ? ഇതിൽ ബാലാവകാശ കമ്മീഷനും ചൈൽഡ് പ്രൊട്ടക്ഷന്റെ അധികൃതരുമൊക്കെയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അവർക്ക് ഇത് സംബന്ധിച്ച പരാതികൾ ലഭിച്ചിട്ടുണ്ട്. നിയമം പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. തുടർ നടപടികൾ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഈ ഡേ കെയറിലുള്ള ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അത്യന്തം ഗുരുതരമായ, അല്ലെങ്കിൽ ഇത്രയും ഒരു ജാഗ്രതയില്ലാത്ത പ്രവർത്തനം ഈ ഡേ കെയറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നത് ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവം, തട്ടിക്കൊണ്ടുപോയി വിലപേശുന്ന, മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന സംഭവം, അതിലെ പ്രതികൾ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. കേരളം ഞെട്ടിയ ഒരു കാര്യമാണ്. അതിന്റെ ഞെട്ടൽ മാറും മുൻപാണ് ഇങ്ങനെ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇപ്പോഴും അത് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് നമുക്കത് പറയാൻ. ദേവനന്ദയുടെ തിരോധാനം, ആ കുഞ്ഞിന് വേണ്ടി 2 ദിവസത്തോളം അവിടെ തിരയുകയായിരുന്നു. നാട് മുഴുവൻ തിരഞ്ഞ ശേഷമാണ് പിന്നീട് ഇത്തിക്കര ആറ്റിൽ നിന്ന് ശരീരം കണ്ടെത്തുന്നത്. അത്തരം സംഭവങ്ങൾ നമ്മുടെ മനസ്സിനെ പിടിച്ചുലച്ച കാര്യങ്ങളാണ്, ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. ഓരോ വീട്ടിലെയും രക്ഷിതാക്കൾ പലപ്പോഴും ഭയപ്പാടോടുകൂടിയും ആശങ്കയോടും കൂടിയാണ് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടുന്നതും മറ്റും. കാരണം അരക്ഷിത ബോധം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അച്ഛനമ്മമാരോ അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയോ ഒക്കെയും കുഞ്ഞുങ്ങളോടൊപ്പം ഈ വിദ്യാലയങ്ങളിലേക്കോ നഴ്സറികളിലേക്കോ പോവുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു. ഇവിടുത്തെ പ്രശ്നം ഏതാണ്ട് 2.5 വയസ്സുള്ളൊരു കുഞ്ഞ് 1.5 കിലോമീറ്ററോളം ഒറ്റയ്ക്ക് നടന്ന് ആ കുഞ്ഞിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ഇതിനിടയിൽ ആരെങ്കിലും കാണുകയോ അവർ ഈ കുഞ്ഞിനോട് വിവരങ്ങൾ ചോദിക്കുകയോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതായത് ഈ കുഞ്ഞ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഈ 2.5 വയസ്സുള്ള കുഞ്ഞ് സ്ഥിരം സഞ്ചരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് വീട്ടിലെത്തി എന്നതാണ്. അപ്പോഴും ആ ഡേ കെയറിലെ ആളുകൾ ഇത് അറിഞ്ഞിരുന്നില്ല എന്നതാണ് ഞെട്ടലുണ്ടാക്കുന്ന സംഭവം. തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ അതൊരു ആശ്വാസകരമായ കാര്യം, ആ കുഞ്ഞിനൊരു അപകടവും സംഭവിച്ചില്ല എന്നത് തന്നെയാണ്. പക്ഷേ ഇതുപോലുള്ള വീഴ്ചകൾ ഇനി ഉണ്ടാകാതിരിക്കാൻ ഡേ കെയറിനെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.